വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. അമേരിക്കയില് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ നീക്കം നടത്തുന്നുണ്ട്. അദ്ദേഹം ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ ഒരു സൗഖ്യത്തിനായിട്ട് ഒരു ബോർഡ് പോലെ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ക്രിസ്ത്യാനികൾ ഇനി ഒരു സ്ഥലത്തും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ. നമ്മളിപ്പോ ലോകരാജ്യങ്ങൾ മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾ അടിച്ചമർത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പോരാതെ തന്നെ ഈ ക്രിസ്ത്യൻ ചർച്ചുകൾ പൂട്ടിപ്പോകുന്നു, ക്രിസ്ത്യൻ അനുഷ്ഠാനങ്ങൾക്കെല്ലാം ഭംഗം വരുന്നു പല സ്ഥലത്തും. ക്രിസ്ത്യാനികൾക്ക് തന്നെ ഈ നിരീശ്വരവാദികൾ അതിനുള്ളിൽ കടന്നുകൂടി അവരെ ഡൈവേർട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ വലിയ രീതിയിൽ ആ മതം ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ച വരുന്നു. പിന്നെ ഈ ഇസ്ലാമിന്റെ കടന്നുവരവോടുകൂടി ഇപ്പൊ നമ്മൾ ലണ്ടനിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ക്രിസ്ത്യാനികൾ അങ്ങേയറ്റം രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം ഇവർ ക്രിസ്ത്യാനികളെ മതം മാറ്റുകയാണ്, ക്രിസ്ത്യാനികളെ വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് ഇങ്ങനൊരു നീക്കവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണോ ട്രംപിന്റെ ഈ നീക്കം എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും അമേരിക്കയിലുള്ള ക്രിസ്ത്യാനികളെ ഇയാൾ സംരക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോ സമാനമായിട്ടുള്ള രീതിയിൽ ആ വാർത്തയ്ക്ക് പിന്നാലെ നമ്മുടെ ഇന്ത്യയിൽ സമാനമായിട്ടുള്ള രീതിയിൽ ഇവിടെ ന്യൂനപക്ഷ ബോർഡുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഭൂരിപക്ഷത്തിന് ഒരു വകുപ്പ് വേണ്ടേ എന്നുള്ള രീതിയിൽ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഭൂരിപക്ഷത്തിന് എന്തുകൊണ്ട് നിങ്ങൾ വകുപ്പ് കൊണ്ടുവരുന്നില്ല എന്ന രീതിയിലാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ട്രംപിന്റെ ഈ നീക്കം പോലെ നമ്മുടെ ഭൂരിപക്ഷത്തിന് ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി, ഹിന്ദുക്കളുടെ ക്ഷേമത്തിന് വേണ്ടി ബോർഡുകൾ വേണോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഉയർത്തണം. കാരണം അത് ഉയർത്തണോ എന്ന് ഞാൻ ചോദിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി മാത്രമേ ഉള്ളൂ. ഇവിടെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അതിൽ നായരുണ്ട്, നമ്പൂതിരിയുണ്ട്, പുലയ സമുദായമുണ്ട്, പിന്നെ ഒരുപാട് സമുദായങ്ങളുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രജ്പുത്ത് ഉണ്ട്, പട്ടേൽ ഉണ്ട്, യാദവ് ഉണ്ട്, അങ്ങനെ ജാട്ടുണ്ട്, ഗുജ്ജാറുണ്ട്, സിഖ് ഉണ്ട്, പഞ്ചാബി ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ ഭൂരിപക്ഷത്തിന് വേണ്ടി ഈ ഒരു സംഭവം രൂപീകരിക്കണമെന്ന് പറയുന്ന ആൾക്കാർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇതാണ്. ഇതിവിടെ പ്രാവർത്തികമാക്കാൻ സാധിക്കും. അമേരിക്കയിലെ ട്രംപ് തീരുമാനിക്കുമെന്നുള്ളതല്ല, തീരുമാനിച്ച് വൈറ്റ് ഹൗസിൽ അതിന്റെ ഓഫീസ് തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവെച്ചിരിക്കുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിന്റെ തലപ്പത്തേക്ക് ഇവാഞ്ചലിസ്റ്റായ അതിന്റെ ഒരു തലവനാണ് അതിന്റെ തലപ്പത്തേക്ക് വെച്ചിരിക്കുന്നത്. അതായത് പീഡനം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനിറ്റി ശക്തമായി തിരിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അതിന്റെ ആ ബോർഡിന്റെ ലക്ഷ്യം. ഇത് മുൻകാലങ്ങളിലൊക്കെ ഈ സനാതന ധർമ്മ ബോർഡ് വേണം എന്നുള്ളത് ഇന്ത്യയിലെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്. സനാതന ധർമ്മ ബോർഡ് വേണം. ഇപ്പോൾ നടക്കുന്ന കുംഭമേളക്കിടയിൽ ഏതാണ്ട് ഒരു മാസം മുമ്പ് കുംഭമേളക്കിടയിൽ പല ഈ സന്യാസിമാരുടെ യോഗങ്ങളും മറ്റും നടക്കാറുണ്ട്. അത്തരത്തിലൊരു സമ്മേളനം, ആ ഒരു സമ്മേളനത്തിൽ വെച്ച് വീണ്ടും ഈ ആവശ്യം സന്യാസി സമൂഹവും രാജ്യത്തിനു മുമ്പിൽ, കേന്ദ്രത്തിനു മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു സനാതന ധർമ്മ ബോർഡ് നമുക്ക് അനിവാര്യമാണ്. പവൻ കല്യാണിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളും സനാതന ധർമ്മ ബോർഡ് പറയുന്നു അങ്ങനെ ഒരു സനാതന ധർമ്മ ബോർഡ് വേണമെന്ന്. എന്തുകൊണ്ട് ഈ സനാതന ധർമ്മ ബോർഡ് വേണമെന്നൊരു ആവശ്യം ഹിന്ദുക്കൾ ഉയർത്തുന്നു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് അമേരിക്കയിലെ ഈ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനും ക്രിസ്ത്യാനിറ്റി ശക്തിപ്പെടുത്താനും ട്രംപ് വൈറ്റ് ഹൗസിൽ തന്നെ ഒരു ഓഫീസ് തുറന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ ഉത്തരം തന്നെയാണ് ഇന്ത്യയിൽ ലഭിക്കുക. കാരണം ഇവിടെ നമുക്കറിയാം, കുറച്ചു നാൾക്ക് മുമ്പ് തമിഴ്നാട്ടില് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് സനാതന ധർമ്മം എന്ന് പറയുന്നത്, സനാതന മതം എന്ന് പറയുന്നത് ഒരു വൈറസാണ്, അതിനെ നശിപ്പിച്ച് കളയണം നമ്മളെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ രാജ്യത്ത് നമ്മുടെ ഈ ഉന്മൂലനം ചെയ്യണം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുക്കൾ നേരിടുന്ന വലിയ വലിയ പ്രതിസന്ധികളുണ്ട്. നമ്മുടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്വത്തുവകകൾ സംരക്ഷിക്കപ്പെടുന്നതിനായിട്ട് ഇതൊക്കെ ഇന്ന് ഇന്ത്യയില് ഹിന്ദുക്കൾ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് 8 സ്റ്റേറ്റിൽ ഹിന്ദു ന്യൂനപക്ഷമാണ്. നാഗാലാൻഡിൽ വെറും 8%-മേ ഉള്ളൂ. 1% താഴെ മാത്രമേ ലക്ഷദ്വീപിലുള്ളൂ. കാശ്മീരിൽ കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ 8 സംസ്ഥാനത്ത് ഹിന്ദു കുറവാണ് ഇന്ത്യയില്. അപ്പോൾ ആ സ്ഥലങ്ങളിലും ന്യൂനപക്ഷ പദവിയും മറ്റും നേടിയെടുത്തുകൊണ്ട് ഒരു വലിയ മറ്റു വിഭാഗങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ട്. ന്യൂനപക്ഷ പദവി അവിടെയും ഹിന്ദുവിന് ന്യൂനപക്ഷ പദവിയില്ല. ഒപ്പം തന്നെ തമിഴ്നാട് പോലെയുള്ള ഇടങ്ങളിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് സർക്കാരിന്റെ രീതിയിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്നു. അപ്പം എല്ലായിടത്തും സർക്കാർ നിയന്ത്രിതമായി ക്ഷേത്രങ്ങൾ പോകുന്നു. ഈ സനാതന ബോർഡിൽ അവർ മുൻപോട്ട് വെക്കുന്ന പ്രധാന ആവശ്യം ഈ വഖഫ് ബോർഡ് പോലെ, വഖഫ് ബോർഡ് അർത്ഥ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ഒരു വഖഫ് ബോർഡ് പോലെ ഹിന്ദുക്കൾക്ക് ഒരു ബോർഡ് അനിവാര്യമാണ്. കാരണം വളരെ നൂറ്റാണ്ടുകളായിട്ട് പഴക്കമുള്ള ക്ഷേത്രങ്ങൾ, അതിന്റെ ഭൂമി പലതും ഇന്ന് അന്യായപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ പല ക്ഷേത്രങ്ങൾക്കും ആയിരക്കണക്കിന് 10,000-കണക്കിന് ഏക്കർ ഭൂമി ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇന്ന് ഭൂമി
എത്രയാണ് മിച്ചമുള്ളത്? നമ്മുടെ കേരളത്തിൽ പോലും നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഭൂമി ഉം, വല്ല കണക്കുമുണ്ട്? അതായത് വലിയ ഭൂമി ഉം, ഉണ്ടായിരുന്ന ഇടങ്ങളിലൊന്നും ക്ഷേത്രങ്ങൾക്ക് ഭൂമിയില്ല ഇന്ന്. ഒപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന പണം, ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ വരുന്ന പണം, അത് ഹിന്ദു മതത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് കൂടി നാം തിരക്കേണ്ടതായിട്ടുണ്ട്. ഉം, ഉം, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, സ്കൂളുകളുണ്ടോ, വേദപാഠശാലകളുണ്ടോ, ആശുപത്രികളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, ഓരോ സംസ്ഥാനത്തും ഈ ക്ഷേത്രങ്ങളുടെ ഭരണം അതാത് സ്ഥലങ്ങളിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇല്ലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഭരണകൂടത്തിന്റെ ഉം, ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു ഭാഗമായി തന്നെ ക്ഷേത്രങ്ങളും സനാതന ഉം, മതവും ഉം, മാറുമ്പോഴാണ് ഇത്തരത്തിലൊരു ബോർഡിന്റെ അനിവാര്യത വരുന്നത്. കാരണം ഒരു ബോർഡ് ഉം, എന്തുകൊണ്ട് വേണമെന്ന് ചോദിച്ചാൽ, ഒരു ബോർഡിന്റെ കീഴിൽ ഒരു ചട്ടക്കൂട് ഉണ്ടാകും, ഒരു നിയമം ഉണ്ടാകും. ആ ഉം, നിയമത്തിന്റെ കീഴിൽ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് കൂടുതൽ സുരക്ഷിതത്വം ആ വിഭാഗത്തിന് ലഭിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഒരു ബോർഡ് എന്ന ആവശ്യം വന്നിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ തനിച്ച് സൂചിപ്പിച്ചതുപോലെ ഹിന്ദുക്കൾക്കിടയിൽ വിവിധ ജാതിയും മതവും ഒക്കെ ഉണ്ടെങ്കിലും, ഹിന്ദു എന്ന് പറയുന്ന ഒരു ബോർഡിന് ഒരൊറ്റ നിയമത്തിന് കീഴിലേക്ക് വന്നാൽ അവന്റെ ഈ പറയുന്ന സ്വത്തുക്കൾ, ക്ഷേത്രങ്ങൾ, ഒപ്പം തന്നെ അവന്റെ ആചാരത്തിന് നേരെ നടക്കുന്ന കടന്നുകയറ്റം, അത് ഏത് ആചാരവും ആയിക്കോട്ടെ, ധനുഷ് നേരത്തെ പറഞ്ഞ കണക്ക് നായരുടെ ആയിക്കോട്ടെ, ഈഴവരുടെ ആയിക്കോട്ടെ, വ്യത്യസ്ത ആചാരങ്ങൾ എന്തുമായിക്കോട്ടെ, ആ ഉം, ആചാരങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ അനിവാര്യമാണ്. നമുക്കറിയാം, ഈ ജാർഖണ്ഡ് പോലെയുള്ള ഇടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മതമാറ്റം നടക്കുന്നു. ഗോത്രവർഗ മേഖലയിൽ കടന്നു കയറിക്കൊണ്ട് ഗോത്രവർഗക്കാരുടെ സ്ഥലങ്ങൾ കയ്യേറിക്കൊണ്ട് അവരുടെ പെൺകുട്ടികളെ മറ്റും വിവാഹം കഴിച്ചിട്ട് ആ സ്ഥലങ്ങൾ ഉൾപ്പെടെയാണ് കയ്യേറി കൊണ്ടുപോകുന്നത്. അതിന്റെ പേരിലാണ് ഇപ്പോഴും ജാർഖണ്ഡിൽ പലയിടത്തും കലാപം നടക്കുന്നത്. അതായത് വ്യാപകമായ രീതിയിൽ മതം മാറ്റം നടത്തിക്കൊണ്ട് ഒരു സൈഡിൽ കൂടെ പോകുന്നു, മറ്റൊരു സൈഡിൽ കൂടെ ഈ സംസ്കാരത്തെ, അത് കൂടുതലും ദക്ഷിണേന്ത്യകളിലാണ്, ഈ സംസ്കാരത്തെ മറ്റും നശിപ്പിക്കാൻ ഭരണകൂടം തന്നെ ആഹ്വാനം നൽകുകയും, ഈ തിരുപ്പുറംകുன்றത്ത് മലയില് നമ്മൾ തന്നെ നൽകിയ ഒരു വാർത്ത, എനിക്ക് തോന്നുന്നു 5-6 ദിവസം മുമ്പായിരുന്നു, അവിടെ ആ മലയുടെ മുകളിൽ ഒരു ദർഗയുണ്ട്. ആ ദർഗയിൽ മാംസ ഭക്ഷണം പാചകം ചെയ്തു. ഇതിനെതിരെ ഹിന്ദുക്കൾ സംഘടിച്ചപ്പോൾ വലിയ സംഘർഷമായി മാറി. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കലാപമായി അത് മാറേണ്ടതായിരുന്നു. പക്ഷെ പോലീസ് ഇടപെട്ടുള്ളത് മാറിയില്ല. അങ്ങനെയുള്ള ഹൈന്ദവ ഇടങ്ങളിലെല്ലാം തന്നെ മറ്റു വിഭാഗങ്ങൾ കടന്നു കയറുകയും അത് കവർന്നെടുക്കുകയും ചെയ്തപ്പോഴാണ് സന്യാസി സമൂഹവും ഇവിടുത്തെ ഒരു വലിയ സമൂഹം പറഞ്ഞത് സനാതനധർമ്മ ബോർഡ് അനിവാര്യമാണ്. കാരണം ഈ ക്ഷേത്രങ്ങൾ ആദ്യം തന്നെ ഈ സർക്കാർ നിയന്ത്രിത ആ കൺട്രോളിൽ നിന്ന് മാറ്റേണ്ടതാണ്. ക്ഷേത്ര സ്വത്തുക്കൾ മാറ്റേണ്ടതാണ്. അത് വിശ്വാസികൾക്ക് തന്നെ, അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന് തന്നെ തിരികെ നൽകേണ്ടതാണ്. കാരണം ഈ ഉം. ഈ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സനാതനധർമ്മം നിലനിൽക്കണമെങ്കിൽ, അതിന് ഒരു ശക്തമായ അടിത്തറ പാകണമെങ്കിലൊക്കെ നമുക്ക് ഇതുപോലുള്ള സംവിധാനങ്ങൾ വേണം. ഹൈന്ദവ മതത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ ഒരു പക്ഷെ എന്താണ് അവിടെയും പറയുന്നത്, ഈ ഈ പല ആൾക്കാരും ഉന്നയിക്കുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സനാതനധർമ്മത്തിന്റെ നമ്മുടെ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾ വേണമെന്നാണ് ബിച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഈ സംസ്കാരം എത്രയധികം അധിനിവേശങ്ങളെ, എത്രയധികം നമ്മുടെ സംസ്കാരത്തിന് നേരെയുള്ള കടന്നുകയറ്റങ്ങളെ അതിഗംഭീരമായിട്ട് ഒരു സംഘടനയും ഇല്ലാതെ പ്രതിരോധിച്ചതാണല്ലേ. അതായത് മുഗളന്മാര് വന്നു, നമ്മുടെ സംസ്കാരത്തിനൊന്നും സംഭവിച്ചില്ല. നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നു, നമ്മുടെ സംസ്കാരം ഇപ്പോഴും ഇവിടെ ഉണ്ട്. അങ്ങനെ രീതിയിലുണ്ട്. ആ സമയത്തെല്ലാം നമ്മൾ ഇതിനും അപ്പുറം വലിയ രീതിയിലുള്ള ജാതി ചിന്തകളും ഉച്ചനീചത്വങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയുള്ളൊരു വലിയ ഒരു ബാഡ് ടൈമിനെ ഒക്കെ അഭിമുഖീകരിച്ച് വന്ന നമ്മുടെ ഈ ഒരു സംസ്കാരത്തിന് ഇങ്ങനെ ഒരു ബോർഡ് വേണമോ എന്നുള്ളൊരു ചോദ്യം മറുഭാഗത്ത് നിന്ന് ഉയരാനുള്ള സാധ്യതയില്ലേ? അത് വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന് സിമ്പിൾ ആണ് ഉം, ആൻസർ. ഉം, അതായത് വേണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കാലഘട്ടമല്ല ഈ കാലഘട്ടം. ഇന്ന് പുതിയ തലമുറയ്ക്ക് എത്ര പേർക്ക് മതത്തെ കുറിച്ച് അറിയാം? പുതിയ ഉം, തലമുറയ്ക്ക് എത്ര പേർക്ക് നമ്മുടെ ആചാരങ്ങൾ അറിയാം? വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ കൂടി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലേ നമ്മുടെ മതത്തിന്റെ ധർമ്മവും പഠിപ്പിച്ചെങ്കിൽ മാത്രമല്ലേ അവർ നമ്മളുടെ പിൻഗാമികളായി വരികയുള്ളൂ. പഴയ ഉം, ആളുകളുടെ ഉം, പിൻഗാമികളായി നമ്മൾ നിലനിൽക്കുന്നത് അവർ പകർന്നു നൽകിയ ഉം, അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കിന്ന് പകർന്നു നൽകാൻ കഴിയുന്നില്ല. ആധുനിക കാലഘട്ടമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ എനിക്കോ ധനുഷിനോ ഇല്ല മറ്റാർക്കോ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വരും തലമുറയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഉം, ഉം, അപ്പോഴെന്താണ് അവർക്ക് വേണ്ടത് വെച്ചാൽ മതപാഠശാലകൾ വഴിയോ മറ്റുള്ളത് വഴി അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുക, ഉം, അറിവുണ്ടാക്കി കൊടുക്കുക. ഒന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഈ ഉം. പുതിയതായിട്ടുള്ള നമ്മുടെ വീടുകളിലെ കുട്ടികളുണ്ട്, എത്ര പേര് വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നുണ്ട്, നാമം കുറവാണ്, കുറവാണ്, ചെല്ലുന്നുണ്ട്? കുറവാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കത് ഒന്നുകിൽ ആ പറഞ്ഞ രക്ഷകർത്താക്കൾക്ക് അതിനെക്കുറിച്ച് ബോധം ഉണ്ടാകില്ല, ഉം, ഉം, ഇല്ലെങ്കിൽ ഉം, അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതായിരിക്കാം അത്. അത് ഉം. അവരെ തെറ്റു പറയാൻ കഴിയില്ല ഒരിക്കലും. അത് പക്ഷെ അവരുടെ മറ്റു അജ്ഞത മതങ്ങളിലൊക്കെ കൊണ്ടാണ്. കൃത്യമായിട്ട് വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയും നിസ്കാരവും ഒക്കെ കൃത്യമായിട്ട് അല്ല, നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അവർക്ക് സൺഡേ സ്കൂൾ ഉണ്ട്, ക്രിസ്ത്യൻസിന് മദ്രസ വിദ്യാഭ്യാസം മുസ്ലിംസിനുണ്ട്, ഉം, ഉം, ഹിന്ദുവിനും വിദ്യാഭ്യാസമില്ല. അതാണ് അടിസ്ഥാനപരമായിട്ട്. കാരണം ഓരോ തലമുറ മാറുമ്പോൾ, ഇത് ധനുഷ് സൂചിപ്പിച്ച പോലെ പഴയ കാലത്ത് നമ്മൾ ഈ അറബികളെയും ഇൻവേഷൻസിനെ മുഴുവൻ നമ്മൾ തകർത്തെറിഞ്ഞിട്ടുണ്ട്, എന്നിട്ടും നമ്മുടെ മതം ഉം, ഉം, നിലനിന്നു.
അപ്പോൾ ഉം, ഇനി വരുന്നവർ എന്തുകൊണ്ടാണ് ആ മതം നിലനിൽക്കുന്നതെന്ന് ചോദിച്ചത്, അന്ന് ആ മതത്തിന്റെ ഒരു ബോധം നമ്മളിൽ ഉണ്ടായിരുന്നു. നവോത്ഥാന ഉം, നായകരുണ്ടായിരുന്നു, സന്യാസി ശ്രേഷ്ഠന്മാർ, അവർ പകർന്നതിൽ ബോധമുണ്ടായിരുന്നു. ഇനി ഉം, ആധുനിക കാലമാണ്, AI-യുടെ കാലമാണ്, ഉം, ടെക്നോളജി വളരുന്ന കാലമാണ്. ഇവിടെ ഒരുപക്ഷെ എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പോയി നിന്നിട്ട് അത് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ കുറിച്ചോ ശിവനെ കുറിച്ചോ ഒന്നും മനസ്സിലാക്കുക എന്നതിൽ ഈ ആധുനിക കാലത്ത് നമുക്ക് അതിൽ വിദ്യാഭ്യാസത്തിൽ കൂടെയാണ് കൂടുതലും നമ്മൾ ഇതിനെ മനസ്സിലാക്കി കൊടുക്കുന്നത്. പണ്ട് അതെ കാലത്തൊക്കെ അതെ. നമ്മുടെ വീടുകളിലും മറ്റിടങ്ങളിലും ഒക്കെ ഈ രാമായണത്തെ കുറിച്ചും മഹാഭാരതത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞുള്ള അറിവിലാണ് നാം കരുത്ത് നേടിയതെങ്കിൽ ഉം, ഇന്നത്തെ ഉം, തലമുറയ്ക്ക് അത് നഷ്ടപ്പെടാതെ. ഇനി ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സംസ്കാരങ്ങൾ നശിപ്പിക്കുന്ന ശ്രമങ്ങൾ ഈ രാജ്യത്ത് വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട്. രാജ്യത്തിന് പുറത്ത് നടക്കുന്നത് വേറെ, ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. അനവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു. ഈ ക്ഷേത്രങ്ങൾ എന്താണ്? ഒരു സംസ്കാരമാണ്. സംസ്കാരം മാത്രമല്ല, ഒരു ചരിത്രമാണ്. ആ ക്ഷേത്രം ഉം, എത്ര വർഷം മുമ്പ് വന്നിരുന്നു? ആര് ഈ ക്ഷേത്രം സ്ഥാപിച്ചിരുന്നു? എന്തുകൊണ്ട് ഈ ക്ഷേത്രം വന്നിരുന്നു? അത് തേടി പോകുമ്പോഴാണ് ഈ രാജ്യത്തിന്റെ ഒരു സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സംസ്കാരത്തെ അറിയുന്നതിന് ഒരു ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള സംവിധാനം വെച്ചിട്ട് ഇപ്പോൾ എനിക്കോ അല്ലെങ്കിൽ മറ്റ് ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾക്കോ ഒന്നും ഈ ഫണ്ട് മുടക്കിയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതിനൊരു സനാതന ബോർഡ് ഉണ്ടാക്കുക. അവിടെയൊക്കെ ഉം. ക്ഷേത്രങ്ങൾ, അതിന് ബോർഡ് ഉണ്ടാക്കുമ്പോൾ സർക്കാർ അതിൽ നിന്ന് പുറത്തേക്ക് ഒരു 5 പൈസ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഈ രാജ്യത്തെ ക്ഷേത്രങ്ങൾ അതിന് മാത്രം വരുമാനമുണ്ട്. അതിൽ നിന്ന് ഒരു ഫണ്ട് എടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കാര്യങ്ങൾ ചെയ്യുക. ഒപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക. ഇന്ന് ഏത് ക്ഷേത്രമാണ് സംരക്ഷിക്കാനായിട്ട് സർക്കാർ തയ്യാറാകുന്നത്? പലയിടത്തും ക്ഷേത്രങ്ങൾ അതെ. കവർന്നെടുക്കുന്നു, ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു, ബുൾഡോസറും മറ്റും ഉപയോഗിച്ച് ഒരു ദാക്ഷിണ്യവും ഇല്ലാതാണ് ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലും കോയമ്പത്തൂരും ഒക്കെ തകർത്തെറിയുന്നത്. അപ്പൊ ഇത് ഒക്കെ നമുക്ക് ഒരു ഒരു ചട്ടക്കൂട് വേണ്ടേ? അതായത് അല്ല, നിങ്ങളുടെ ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഒന്നുമില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, വീടൊക്കെ പൊളിക്കുന്നു, പൊളിച്ച് കളയാൻ പറ്റും, ഞങ്ങൾക്ക് എപ്പോ വേണോ തകർക്കാൻ പറ്റും എന്ന് പറയുന്നതിലല്ലല്ലോ. ഒരു നിയമം വേണ്ട ഒരു രാജ്യത്ത്, ഒരു ചട്ടക്കൂട് വേണ്ട ഒരു രാജ്യത്ത്. ആ ഒരു വിഭാഗത്തിന് ഇപ്പൊ ബഹുഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം അല്ല എന്ന് പറയേണ്ടി വരും. 8 ഉം. സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷമാണ്. അവിടെ കിടക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ പദവി ആ ഹിന്ദുക്കൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. അതെ അതെ. അവിടെയും ഈ ന്യൂനപക്ഷ പദവി മേടിക്കുന്നത്, അതിന്റെ ആ ആനുകൂല്യം മേടിക്കുന്ന അവിടുത്തെ ഭൂരിപക്ഷമായ ക്രിസ്ത്യൻ വിഭാഗവും മുസ്ലിം ഉം, ഉം. വിഭാഗവുമാണ്. ഹിന്ദുക്കൾക്ക് അവിടെയും കിട്ടുന്നില്ല. അപ്പോൾ അത് ഒരു അനിവാര്യമാണ്. കാരണം നമ്മുടെ ഈ മതം എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു മതമല്ല. പക്ഷെ ആ മതത്തിനെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതും കരുത്താർജിപ്പിക്കേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതും ഉം. അത് ഈ രാജ്യത്ത് അനിവാര്യമാണ്. ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനത എന്ന നിലയിൽ അത് നമ്മുടെ അവകാശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു മതമാണ് ക്രിസ്ത്യൻ മതം. ആ ക്രിസ്ത്യൻ മതത്തിനെ സംരക്ഷിക്കാൻ ഡൊണാൾഡ് ട്രംപ് തന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിൽ തന്നെ അതിനൊരു ഓഫീസ് തുറന്ന് അതിന്റെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ഉം, ഉം. സാഹചര്യത്തിലാണ് നമ്മൾ സനാതന ധർമ്മ ബോർഡ് വേണമെന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ് കുറച്ചു നാൾക്ക് മുമ്പ് ഈ തിരുപ്പതിയില് ലഡുവിൽ മായം ചേർന്ന് നെയ് എന്ന് പറഞ്ഞൊരു വലിയ വിവാദം ഉണ്ടായത്. ബീഫിന്റെ കൊഴുപ്പ്. അതിനെ തുടർന്നാണ് പവൻ കല്യാൺ സനാതന ധർമ്മ ബോർഡ് വേണമെന്ന് പറയും. അവിടെ ഉണ്ടാക്കിയ സനാതന ഉം, ഉം, ധർമ്മ ബോർഡും നമ്മൾ ചർച്ച ചെയ്യുന്ന സനാതന ധർമ്മ ബോർഡും രണ്ടും രണ്ടാണ്. അവിടെ ഉം. ഉണ്ടാക്കിയ സനാതന ധർമ്മ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ ഈ അഹിന്ദുക്കളായിട്ടുള്ള അനവധി പേരൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഉം. അവരെയൊക്കെ മാറ്റിക്കൊണ്ട് അതിനൊരു ബോർഡ്, അവിടുത്തെ ആചാരങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോർഡ്, തിരുപ്പതി ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ബോർഡ് എന്നാണ് ആ ഒരു ആശയം പവൻ കല്യാൺ കൊണ്ടുവന്നത്. പക്ഷെ അതൊരു വലിയ ആശയമാണ്. നമുക്കറിയാം, നമ്മുടെ ഭരണാധികാരികൾ തന്നെ പറയുന്നു സനാതന മതം നശിപ്പിക്കണമെന്ന്. ഈ അതെ തമിഴ്നാട്ടിൽ അതെ. നമ്മൾ കണ്ടതാണ്, ഉദയനിധി സ്റ്റാലിൻ പരസ്യമായിട്ടാണ് അതെ പറഞ്ഞത്. അതെ. ഇത് തന്നെ ഇടതുപക്ഷക്കാരും പറയുന്നുണ്ട്. ഇത് തന്നെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്. ഇത് തന്നെയാണ് ഇവാഞ്ചലിസ്റ്റുകൾ പറയുന്നത്. ഇവിടെ ഉം, ഉം. ആരാണ് ഹിന്ദുവിന് സംരക്ഷണം കൊടുക്കുന്നത്? നമ്മൾ പറയുമ്പോൾ RSS ഉണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്. ശരിയാണ്, അതൊക്കെ സംഘടനകൾ മാത്രമാണ്. ഈ രാജ്യത്തിന് നിയമമല്ല അവർ ഈ ഉം, ഉം. രാജ്യത്തെ സംഘടനകൾ മാത്രമാണ്, ഹൈന്ദവ സംഘടനകൾ മാത്രമാണ്. ഉം, ഉം. അവർക്ക് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ സഹായിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അവർക്കൊരു സഹായം നൽകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സനാതന ബോർഡ് അനിവാര്യമാണ്. കാരണം ഏക്കർ കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഈ രത്നങ്ങളുടെ ഒരു കൗണ്ടർ ഉണ്ട്. അതിന്റെ താക്കോല് കാണാതെ പോയിട്ട് എത്രയോ വർഷങ്ങളായി. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുഖ്യ ബദല വിഷയമായിരുന്നത്. ഒടുവിൽ ഇപ്പൊ അത് തുറന്നു. ഇനിയിപ്പോ ഇവര് താക്കോല് കണ്ടുപിടിച്ചു ഇല്ലെന്ന് അറിയത്തില്ല. ഇപ്പൊ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോലാണെന്നാണ് പറയുന്നത്. ഈ താക്കോല് കാണാതെ പോയി വലിയ അന്വേഷണ കമ്മീഷനൊക്കെ ഏതാണ്ട് ഒരുപാട് വർഷക്കാലം പ്രക്ഷോഭങ്ങളൊക്കെ നടന്നതിന് ശേഷം ഈ താക്കോൽ ദിവസം കിട്ടി. ഇപ്പൊ ഇത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോലാണെന്നാണ് പറയുന്നത്. ഈ താക്കോല് ഉം. തുറന്നു ചെല്ലുമ്പോഴറിയാം അതിനകത്ത് വല്ല ഉണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളൂ. അപ്പൊ ഉം, അതിനുള്ള ഉം, ഉം. നീക്കങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലായാലും മറ്റുള്ള ആയാലും ഒക്കെ എന്ത് ഫെസിലിറ്റിയാണ് കൊടുക്കുന്നതും കൂടെ നമ്മൾ തിരക്കേണ്ടതല്ലേ? ഉം, ഒരു ഉം, ഉം. ഹിന്ദു, അതായത് ഹിന്ദുവിന് ഫ്രീ ആയിട്ട് ഈ രാജ്യം ഒന്നും തരേണ്ട കാര്യമില്ല. ഉം. ഈ രാജ്യത്തിന് ഈ ഹൈന്ദവ ഈ ആ ഒരു ആചാരങ്ങൾ സംസ്കാരം കൊണ്ടുപോകുന്ന ഹിന്ദു തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഇല്ല ഹിന്ദുവിന്റെ പോക്കറ്റിൽ അതിനുള്ള പൈസ ഉണ്ട്, അവര് ക്ഷേത്രങ്ങളിൽ അർപ്പിക്കുന്ന കാണിക്ക അതിനാണ്, അവര് ഈ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ കൊടുക്കുന്ന പണം അതിനാണ്. ഇനി അവരുടെ അധ്യാപകരെ വിളിച്ചാൽ പോലും വളരെ തുച്ഛമായ രൂപയ്ക്ക് പോലും വന്ന് ഈ പിള്ളേരെ വേദം പഠിപ്പിക്കാൻ ആയിരക്കണക്കിന് പേരുണ്ട്. ഇത് പറഞ്ഞില്ലെങ്കിലും വേണ്ട, അവർക്ക് പഠിപ്പിക്കാൻ ഒരു ഇടം കെട്ടിയിട്ട് കൊടുക്കുക. ഈ യു പിയിലും ബീഹാറിലും അടക്കം അനവധി മതപണ്ഡിതന്മാരുണ്ട്. അവർക്ക് 5 പൈസ ഇത് കൊടുക്കേണ്ട കാര്യമില്ല, വേതനം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അവർക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടം കൊടുക്കണം. ഈ കുട്ടികളെ കൊണ്ട് ഇരിക്കാൻ ഒരു ഇരിപ്പിടമെങ്കിലും കെട്ടിക്കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഏതായാലും ട്രംപ് ചെയ്ത വളരെ നല്ല കാര്യമാണ്. ട്രംപ് ചെയ്തതുപോലെ ഇവാഞ്ചലിസ്റ്റുകളെ തന്നെ അത് ഏൽപ്പിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയി. ഇവാഞ്ചലിസ്റ്റുകൾ ആരാണെന്നുള്ളത് എനിക്കും ധനുഷിനൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോ അവരെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് അത് മുൻപോട്ട് പോയെങ്കിൽ തീർച്ചയായിട്ടും ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ, ഒരു സനാതന ധർമ്മ ബോർഡ് ഇവിടെ അനിവാര്യമാണ്. ഹിന്ദുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, അവരുടെ സംസ്കാരം സംരക്ഷിക്കാൻ, അവരുടെ ആചാരം സംരക്ഷിക്കാൻ ഇത് അനിവാര്യമാണ്. ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഏക സിവിൽ കോഡ് വരുമ്പോഴേക്കും ഈ നമ്മുടെ ദേവസ്വം ബോർഡുകൾ ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സനാതന ധർമ്മ ബോർഡിലേക്ക് ഒരു ചുവടുവെപ്പായിരിക്കും. പക്ഷെ ഇപ്പോൾ സനാതന ധർമ്മ ബോർഡിനെ കുറിച്ച് ആവശ്യപ്പെടുന്നവർ, സന്യാസി ശ്രേഷ്ഠന്മാരടക്കം പറയുന്നത് ഈ വഖഫ് ബോർഡ് പോലെ ഞങ്ങളുടെ ക്ഷേത്രങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ ഞങ്ങൾക്കൊരു ബോർഡ് അനിവാര്യമാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിലൊരു ബോർഡ് വേണം. ഈ വഖഫ് ബോർഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പിടിച്ചെടുക്കുന്ന ബോർഡല്ല, ഉള്ളത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡാണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാടുണ്ട് സംരക്ഷിക്കാണ്ട്. അപ്പോ അതിൽ ഇല്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കാലം ഇങ്ങനൊരു മതം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം വരും. പിന്നെ ഇങ്ങനൊരു ക്ഷേത്രം, നമ്മൾ തന്നെയാണ് കുറച്ചു നാൾക്ക് മുമ്പ് ഒരു വാർത്ത ചെയ്തത്. തമിഴ്നാട്ടിലെ പലയിടങ്ങളും ഈ പോപ്പുലർ ഫ്രണ്ട് കയ്യേറിയിട്ട് അതായത് ഈ അഗ്രഹാരങ്ങളായിരുന്നു, അഗ്രഹാരങ്ങൾ മുഴുവൻ അവർ കവർന്നെടുത്തു. അവിടെ ഉണ്ടായ ക്ഷേത്രങ്ങൾ മുഴുവൻ തകർത്തു. ഇന്ന് ആ അഗ്രഹാരങ്ങളുടെ പേര് അവിടെ ഈ അവർ കുളിച്ചുകൊണ്ടിരുന്ന കുളത്തിന്റെ പേര് മദ്രസ കുളം എന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പേരുകൾ പോലും മാറ്റിക്കൊണ്ട്, അതിന്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ട്, സംസ്കാരം മാറ്റിക്കൊണ്ട് പോവുകയാണ്. ആ വരുന്ന ബ്രാഹ്മണ സമൂഹത്തെ, ആ വരുന്ന അഗ്രഹാരങ്ങളിൽ ജീവിച്ചിരുന്നവരുന്ന എവിടെയാണ് എന്നുള്ളതൊരു ചോദ്യമല്ലേ? അവരെ സംരക്ഷിക്കാൻ ഒരു നിയമം ഈ രാജ്യത്തുണ്ടായിരുന്നു? ഇല്ലല്ലോ. അവർ വോട്ട് ബാങ്ക് അല്ല, അവിടെയൊക്കെ DMK-യുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. അത് ചോദ്യം ചെയ്യാൻ പോലും ആരുമില്ലായിരുന്നു. അതുകൊണ്ട് സനാതന ധർമ്മ ബോർഡ് ഇന്ന് ഒരുപക്ഷെ നമ്മൾ ഇന്ന് നടത്തുന്ന ഈ ചർച്ച ധനുഷ് ഉറപ്പായും ഒരു വർഷത്തിനുണ്ടെങ്കിൽ ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറും. എല്ലായിടത്തും ഈ സനാതന ധർമ്മ ബോർഡിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. കാരണം ഇത് ഓരോ ഹിന്ദുവും ആഗ്രഹിക്കുന്നതാണ്. ഹിന്ദുവിനൊരു സംരക്ഷണം ഈ നാട്ടിൽ വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ബഹുഭൂരിപക്ഷം പേരെ എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള പ്രശ്നം മാത്രമല്ല, അവകാശങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, 8 സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷമാണ്. ഹിന്ദു എന്ന് പറയുന്നത് വാരിക്കോരി ഒന്നും ഈ സർക്കാർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഉള്ളതെല്ലാം പോവുകയാണ്. ജാർഖണ്ഡിലേക്ക് വലിയ രീതിയിലുള്ള മതം മാറ്റം നടന്നിട്ട് അവിടെ നിന്ന് സ്വത്തുക്കൾ വരെ പോകുന്നു. ആ സ്വത്ത് പോകുക എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന നമ്മുടെ സംസ്കൃതികൾ പോകുന്നു, ചരിത്രം പോകുന്നു, എല്ലാം അത് നഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അത് ഇനിയും നമുക്ക് വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, വരും തലമുറയെ നമുക്ക് ഇതിലേക്ക് മുൻപോട്ട് കൊണ്ടു, കാരണം എല്ലാ മതവും ആഗ്രഹിക്കുന്നത് നമ്മുടെ തലമുറ കഴിഞ്ഞാലും അടുത്ത തലമുറ ഇത് തന്നെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ്. ആ തലമുറ കൊണ്ടുപോകുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. പക്ഷേ അവർക്ക് വേണ്ട അറിവുകൾ പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അവനോട് നാളെ ചോദിക്കും കൃഷ്ണൻ ആരാണ്, ശിവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി ആ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കാൻ ഇടവരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു വിപുലമായ പ്രചാരണം നടത്തുവാനായിട്ട് വലിയ സിസ്റ്റം തന്നെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് ആവശ്യമാണ്. ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെയും ഇല്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകരുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാകും. നമ്മുടെ കയ്യിൽ അല്പം ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് ലോകം മുഴുവൻ നടത്താൻ കഴിയില്ല. കാരണം ഇത് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചാൽ മതി, അല്ലാതെ നമുക്ക് മറ്റൊരു മതത്തെ പോയി പഠിപ്പിച്ച അവിടെ ആളെ കൊണ്ടിട്ട് യാതൊരു ആവശ്യത്തിനും ഹിന്ദുമതത്തിനില്ല. ഹിന്ദുമതം അങ്ങനെ ഒരു ആളെ പോലും മതം മാറ്റി എടുക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ ഏതായാലും ഇതൊരു ചർച്ച ഉയർന്നു വരുന്നു. ഏതായാലും ഡൊണാൾഡ് ട്രംപിന് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇത് ഉറപ്പായിട്ടും ചെയ്യാൻ കഴിയുമെന്ന് ഓരോ ഹിന്ദുവും വിശ്വസിക്കുന്നു. അത് ചെയ്യുക തന്നെ വേണം. എന്തിന്റെ പേരിൽ അത് മാറ്റി വെച്ചാലും അത് ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രയാഗ്രാജിൽ നിന്ന് സന്യാസിമാരുടെ സമ്മേളനത്തിൽ ആ ആവശ്യം ഉന്നയിച്ചത് തന്നെ ഒരുപക്ഷെ കേന്ദ്രം അത്തരത്തിലൊരു നീക്കം നടത്തുമെന്നൊരു സൂചനയുടെ പുറത്താണോ, അതോ കേന്ദ്രം അങ്ങനെ ഒരു നീക്കം നടത്തുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതൊക്കെ നമുക്ക് വരും നാളുകളിൽ നമുക്ക് അറിയാൻ പറ്റും. താങ്ക് യു ബിജു. താങ്ക് യു സോ മച്ച്.